കണ്ണൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര് എന്നതിൽ എങ്ങും ആകാംക്ഷ. കെ സുധാകരൻ എംപിക്ക് സീറ്റ് നൽകണമോ എന്നതിൽ AICC അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. സുധാകരൻ ഇല്ലെങ്കിൽ ആര് സ്ഥാനാർത്ഥിയാകുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കണ്ണൂരിൽ മത്സരിക്കണമെന്ന ആഗ്രഹത്തിൽ കെ സുധാകരൻ ഉറച്ചു നിൽക്കുന്നതാണ് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ കോൺഗ്രസിൽ ആശയക്കുഴപ്പത്തിന് കാരണം. എംപിമാർ മത്സരിക്കേണ്ടതില്ലെന്നാണ് പൊതുനിലപാട്. പക്ഷേ കെ സുധാകരനോട് ഇപ്പോഴും അക്കാര്യം ഹൈക്കമാൻഡ് തീർത്തു പറഞ്ഞിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ പരിഗണിക്കണമെന്ന് സുധാകരൻ ഹൈക്കമാൻഡിനോട് കഴിഞ്ഞ ദിവസവും ആവശ്യപ്പെട്ടിരുന്നു. ഇല്ല എന്ന് ഹൈക്കമാൻഡ് പറയാത്തതുകൊണ്ട് തന്നെ സുധാകരൻ ഇപ്പോഴും വലിയ പ്രതീക്ഷയിലുമാണ്. സുധാകരൻ മത്സരിച്ചാൽ കണ്ണൂരിൽ ജയമുറപ്പാണ്. ഇക്കാര്യം കനകോലു സർവേ ടീമും റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. എന്നാൽ ലോക്സഭയിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അത് ഗുണകരമാകില്ലെന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ. ഇതേ റിപ്പോർട്ട് തന്നെയാണ് കനകോലു ടീമിന്റേതും. സുധാകരൻ ഇല്ലെങ്കിൽ ആര് എന്നതാണ് പാർട്ടിയിലെ മറ്റൊരു ചർച്ച. മുൻ മേയർ അഡ്വക്കേറ്റ് ടി.ഒ. മോഹന്റെ പേരിനാണ് അവിടെ മുൻതൂക്കം. KPCCയിലും ടി.ഒ. മോഹന്റെ പേരിനാണ് മുൻതൂക്കം ലഭിച്ചത്. സുധാകരൻ കൂടി സമ്മതിച്ചാൽ ടി.ഒ. മോഹൻ തന്നെ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത. മേയർ എന്ന നിലയിലുള്ള മികച്ച പ്രവർത്തനം, മണ്ഡലത്തിൽ ഉടനീളമുള്ള ബന്ധം, ഇതെല്ലാം ടി.ഒ. മോഹന് അനുകൂല ഘടകങ്ങളാണ്. ബൂത്ത് ബ്ലോക്ക് കമ്മിറ്റികളുടെ പിന്തുണയും ടി.ഒ. മോഹനുണ്ട്. സാമുദായിക പരിഗണന വെച്ച് മുൻമന്ത്രി N. രാമകൃഷ്ണന്റെ മകൾ അമൃത രാമകൃഷ്ണന്റെ പേരും പട്ടികയിൽ വന്നിട്ടുണ്ട്. എന്നാൽ ജയസാധ്യത കൂടുതൽ ടി.ഒ. മോഹനാണെന്നാണ് സർവേ റിപ്പോർട്ടിലും പറയുന്നത്. മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.